ദൈവം സമസ്തവും പറഞ്ഞേ, ദൈവം സമസ്തവും അവന്റെ ഈശോയുടെ പാദത്തിന്റെ കീഴിലാക്കിയിരിക്കുന്നു. സമസ്തവും യേശുവിന്റെ നാമത്തിന്റെ കീഴിലാണ്. എങ്ങനെയാണ് ഈ നാമത്തിന് ഇത്രയും പവർഫുൾ ആയിട്ട് വന്നത്? എന്താണ്? ഇനിയുള്ളതെല്ലാം മനുഷ്യർ ഈ ലോകത്തുള്ള എല്ലാം എന്താണ്? ഒരു നാമത്തിൻ്റെ കീഴിലാണ് അതറിയപ്പെടുന്നത്. ഈ ലോകത്തുള്ള എല്ലാം അറിയപ്പെടുന്നത്. ഇപ്പം ഞാൻ അറിയപ്പെടുന്നത്, എൻ്റെ പേര് ജോസഫ് എന്ന്, അല്ലേ? ഇതിൻ്റെ പേരെന്താ? മൈക്ക്. ഇതൊരു പേരാണ്. ഇതിൻ്റെ പേരെന്താണ്? പാത്രം, സോസർ, അല്ലേ? എല്ലാത്തിനും ഒരു നാമമുണ്ട്. ഇവിടെ അറിയപ്പെടുന്ന നാമത്തിലാണ്. അപ്പം ചില നാമങ്ങൾക്ക് ഉന്നതമായ നാമത്തിൻ്റെ ശേഷി ഉണ്ടാവും. യേശുവിനെ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ നാമം എല്ലാ നാമങ്ങളെ എങ്ങനെയാണ് പാദത്തിന് കീഴിലായത്? എല്ലാ നാമങ്ങളും, ഇപ്പോൾ ക്യാൻസർ, എബിയോള, എയ്ഡ്സ് ഇതൊക്കെ പറഞ്ഞ നാമമാണെങ്കിലും യേശുവിൻ്റെ പാദത്തിൻ്റെ കീഴിലാണത്. അതെങ്ങനെയാണ് ഈ നാമത്തിൻ്റെ കീഴിലായത്? എങ്ങനെയാണ്? അതിൻ്റെ കാരണം ദൈവപിതാവിനെ യേശു ജീവിതം കൊണ്ട് മഹത്വപ്പെടുത്തി കൃപയെ ആർജിച്ചെടുത്തിരിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ടാണ് അവൻ പ്രകൃത്യാ ദൈവമായിരുന്നു, അല്ലേ? ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല. അവൻ്റെ സ്റ്റാറ്റസ് അവൻ കീപ്പ് ചെയ്തില്ല. ഇപ്പം ഞങ്ങൾ നിങ്ങളുടെ സ്റ്റാറ്റസ് ലോയിങ്ങെന്ന് പറയത്തില്ലേ? ആരെങ്കിലും നിങ്ങളെ പ്രാന്തി എന്നൊക്കെ വിളിച്ചാൽ കർത്താവിൻ്റെ നാമത്തിൽ ഹല്ലേലൂയ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ കാര്യം? നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നു. ആരുടെ പേരിൽ? കർത്താവിൻ്റെ നാമത്തിൽ. ഞാൻ അച്ഛനായ പിറ്റേ കൊല്ലം ഉടുപ്പ് ചേഞ്ച് ചെയ്തതാണ്. അന്ന് ഞാൻ അനുഭവിച്ച പ്രശ്നങ്ങൾ എന്തെല്ലാമായിരുന്നു. അപ്പം അതെല്ലാം എനിക്കറിയാമായിരുന്നു. കർത്താവ് എങ്ങോട്ടോ കൊണ്ടുപോകുന്നുണ്ടെന്ന് അറിയാമായിരുന്നു. എത്രയോ കൊല്ലം മുമ്പ് 87 അവൻ്റെ ഉടുപ്പ് ചേഞ്ച് ചെയ്തതാണ്. അച്ഛനായ 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഉടുപ്പ് ചേഞ്ച് ചെയ്യാനോട് പറഞ്ഞു. ഞാൻ ചേഞ്ച് ചെയ്തു. അന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു അത് ചെയ്യാൻ. പക്ഷേ കർത്താവ് എന്നെ ശരിക്കും സഹായിച്ചു, എൻ്റെ രൂപതയെ സഹായിച്ചു. എന്നെ സസ്പെൻഡ് ചെയ്യുകയോ അങ്ങനെ ആക്രമിക്കുകയോ ഒന്നും ചെയ്തില്ല. എന്നെ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ടല്ലേ എനിക്ക് സർവ് ചെയ്യാൻ പറ്റിയത്. അപ്പം ദൈവത്തിൻ്റെ ഒരു പരിപാലനം എപ്പോഴും സഭയിലുണ്ടാവും. അതുകൊണ്ടാണ് ഇത്രയും നാൾ നമ്മളിവിടം വരെ എത്തിയത് ശരിക്കും. അപ്പം എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ ദൈവ സമസ്തവും എന്ന് പറയുമ്പോഴേ ഈ ദൈവനാമം എങ്ങനെയാണ് എല്ലാ നാമങ്ങളുടെയും താഴെയായത്? ദൈവനാമത്തെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സുവിശേഷ വില എളുപ്പമാകും. സുവിശേഷ വില എളുപ്പമായി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ചേർത്ത് നൽകണ കേസ് കെട്ടാണേ. അതിനുവേണ്ടി നിങ്ങൾ പ്രത്യേകിച്ച് വയറുവേദന മാറണം, കുഞ്ഞുണ്ടാകണം, പറമ്പ് വിൽക്കണമെന്ന് പറഞ്ഞ് ആവലാതിപ്പെട്ട് നിലയും വിളിച്ച് നടക്കേണ്ട ഒരു കാര്യമില്ല. അതൊക്കെ സൈലൻ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്ന സംഭവങ്ങളാണ്. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. ആദ്യം ദൈവരാജ്യം വിശ്വാസ കൈമാറ്റം എങ്ങനെ നടക്കുമെന്ന് നോക്കണം ആദ്യം. അതുകൊണ്ട് പറ്റുമെങ്കിൽ എപ്പോഴും ഒരു വിജയകുമാർ സാർ ഞാനൊക്കെ പുറത്തു പോകും, എപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടാവും. പക്ഷേ സാറാണെങ്കിൽ പോക്കറ്റിട്ടൊരു ചെറിയ ബൈബിൾ ഉണ്ടാവും. ഞാൻ പിന്നെ മൊബൈലിൽ ബൈബിൾ ഉണ്ടെങ്കിൽ എനിക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്ത് വായിക്കാൻ വേണ്ടി മൊബൈലിൽ ബൈബിൾ ഉണ്ടാവും. എല്ലാവരുടെ മൊബൈലിലേക്കും ബൈബിള് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് വെക്കണം വായിക്കാൻ വേണ്ടി. നിങ്ങൾ മൊബൈൽ എപ്പോഴും എവിടെ ഉണ്ടായാലും ഉണ്ടല്ലോ. അപ്പോൾ ദൈവം പുതിയ കാര്യങ്ങൾ നൽകുമ്പോൾ പുതിയ സാഹചര്യം നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കണം. അപ്പം അതുപോലെ തന്നെ വെച്ചാൽ ഇപ്പം ഈ നാമം എങ്ങനെയാണ് ഇത്രയും മഹത്തായ നാമമായത്? ഫിലിപ്പിയർ 2:6 എടുത്ത്, ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശു മരണം വരെ അനുസരണമുള്ളവനായി തന്നെ തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. അതിനാൽ അവന്റെ നാമം കേൾക്കുന്ന മാത്രയിലെ ഇത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും
ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. ഈ ഫോർമുലയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. എന്താണ്? ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ, പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി, യേശുവിന്റെ നാമത്തിൽ. ഇല്ലേ? അതല്ലേ ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പൊ യേശു കർത്താവാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിക്കുന്ന ഫസ്റ്റ് പ്രൈമറി ഇഫക്റ്റ് എന്താണ്? പിതാവിൻ്റെ നാമം മഹത്വപ്പെടും. എന്താ കാര്യം? പിതാവാണ് യേശു ക്രിസ്തുവിൻ്റെ മഹത്വപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ ഇൻ ദ നെയിം ഓഫ് ദി ഫാദർ എന്ന് ആദ്യം പറയും, ആൻഡ് സൺ ആൻഡ് ദി ഹോളി സ്പിരിറ്റ്. പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൻ്റെ സംസർഗത്തോടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ I command you in the name of Jesus Christ to be healed. ഇത്രയേ ഉള്ള സാധനം. സിമ്പിളാണ്. ആർക്ക് വേണമെങ്കിലും പറയാം. പറയുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ഫാക്കൽറ്റി കറക്റ്റായിരിക്കണം. വേറെ പ്രശ്നമൊന്നുമില്ല. ആർക്ക് വേണമെങ്കിലും പറയാം ഇത്. അതായത് ഒരു വ്യക്തിക്ക് നല്ല സുവിശേഷത്തിൻ്റെ ഈടുവെപ്പുകൾ ഉണ്ടെങ്കിൽ, അല്ല വ്യക്തിയുടെ സമയം മുഴുവൻ വാട്സപ്പ് നോക്കി വല്ല കോമഡിയും കണ്ട് കോമരം തുള്ളി നടക്കുന്ന പാർട്ടി, കാണുന്ന പാട്ടിലെല്ലാം വിരുന്നിനും പോയി എല്ലായിടത്തും പോയി നാടകം കണ്ടുകൊണ്ട് സിനിമയും നടഞ്ഞ പരിപാടികൾ നടക്കട്ടെ. ഇതിനൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ക്രിസ്തുവിനെ കമ്മിറ്റ് ചെയ്ത് അവൻ്റെ നാമത്തിന് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ, അവൻ്റെ നാമത്തെ, പിതാവായ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി അവൻ്റെ നാമത്തെ നമ്മൾ ഉപയോഗിക്കുകയും, അവൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ അവന് നമ്മൾ അറിയാതെ പറയണത് എന്താണ്? നീ കർത്താവാണെന്നാണ് പറയണത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഈ വൈദ്യശാസ്ത്രമല്ല കർത്താവ് എന്നതിൻ്റെ അർത്ഥം. യേശു കർത്താവാണെന്ന് അർത്ഥം കൊണ്ട് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സ്കാനിങ് മെഷീനും അല്ല കർത്താവ്, ആരും അല്ല കർത്താവ്. പിന്നെ ആരാണ്? യേശു മാത്രമാണ് കർത്താവ്. യേശു മാത്രം. പല കർത്താക്കന്മാരുണ്ടായ പ്രശ്നമാണത്. നിങ്ങൾ വിചാരിക്കുന്നത് വലിയ പ്രശ്നങ്ങളൊന്നും. നിങ്ങൾ എന്ത് ചെയ്യാൽ നിങ്ങൾ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ടാണ് ഇത് ലാഗ് ചെയ്ത് പോണത്. വീട്, ജോലി, വിവാഹം, വെളിച്ചം, വെള്ളം, വഴി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കണ്ണും കായി കരഞ്ഞുകൊണ്ടുണ്ടാക്കണില്ലേ? അതുകൊണ്ടാണ് ഈ വിഷയം ലാഗ് ചെയ്യണത്. ഇതിൻ്റെ വിഷയം ക്രിസ്തു കൈമാറ്റമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ, ഇത് ഹെഡാണല്ലോ, തല അതാണല്ലോ. തലേന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ അകത്ത് ക്രിസ്തു കൈമാറ്റമാണ് തലേന്ന് പറയണത്. ഉടമ്പടിയുടെ കാര്യം കൃപ ടാപ്പ് ചെയ്യണത്, കൃപ നമുക്ക് ലഭിക്കണത് ഇതുപോലെ വിശ്വാസ കൈമാറ്റത്തിലൂടെയാണ്. അതാണ് ദൗത്യം. അതാണ് 14:26 നമ്മൾ വായിച്ചത് നടപടി പുസ്തകം. ക്രിസ്തുവിനെ കൈമാറുന്നതിലൂടെ ഉള്ള ദൗത്യത്തിന് ആവശ്യമായ കൃപ എന്ന പവർ ഓഫ് ഗോഡ്. പവർ ഓഫ് ഗോഡ് എന്നാണ് അതിൻ്റെ അർത്ഥം, ദൈവത്തിൻ്റെ കൃപ. അപ്പം നിങ്ങളെ, അതല്ലേ ഈശോ പറഞ്ഞത്, പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നുള്ളതിൽ നിങ്ങളെ കുന്തളിപ്പ് കാണിക്കേണ്ടെന്ന് പറഞ്ഞത്. അതൊന്നും ഇല്ല അന്ന്. അത് വിശ്വാസ കൈമാറ്റത്തിന് സഹായകമാണെങ്കിൽ മാത്രമേ അതിനകത്ത് ഇത് കാര്യമുള്ളൂ. അതുകൊണ്ട് നിങ്ങളെ സാക്ഷ്യം പറയിപ്പിക്കണത്. നിങ്ങൾക്കൊരു അനുഭവം കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കൊണ്ട് സാക്ഷ്യം പറയിപ്പിക്കും. സാക്ഷ്യം പറയാൻ മുങ്ങുന്ന ഒത്തിരി കാണ്ടാമൃഗങ്ങളുണ്ട്. പക്ഷേ എല്ലാം തിരിച്ചു വരുന്നുണ്ട്. കൊമ്പ് ഒടിഞ്ഞ് തിരിച്ചു വരും. എന്താ കാര്യം? ദൈവത്തിന് കൊടുക്കേണ്ട ദൈവത്തിന് കൊടുക്കണില്ല. അതാണ് പ്രശ്നം. ഞങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ അവസരം തരണത്? സാക്ഷ്യം പറയാൻ അവസരം തരുന്നത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ദൈവാനുഗ്രഹങ്ങൾ നോട്ട് ബൈ മെറിറ്റിലാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ്? ദൈവത്തിൽ നിന്നാണ്. കാര്യം മെറിറ്റ് കൊണ്ടല്ല, യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. കൃപ കൊണ്ടാണെങ്കിൽ അത് യേശുക്രിസ്തു നാമത്തിൻ്റെ മഹത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാമത്തെ പിതാവായ ദൈവത്തിൻ്റെ ക്രിസ്തുവിനെ ഏറ്റുപറയുന്നതിലൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടാണ് നമ്മൾ ഏറ്റുപറയണത്. ഇപ്പോൾ സാക്ഷ്യം പറയണത് നിസ്സാരമല്ല. വല്ല കണ്ടാമൃഗങ്ങൾ വല്ലോടത്ത് കിടന്നുണ്ട് സാക്ഷ്യം പറയുന്നതിനെതിരെ സംസാരിച്ച് ഒരു കഥയില്ല. എന്താ കാര്യം? സാക്ഷ്യം പറയുന്നവരെ എന്താ ചെയ്യേണ്ടത്? അത് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനാണ്. ഫിലിപ്പി 2:10-11.
ഇത് യേശുവിന്റെ നാമത്തിന് മുൻപിൽ യേശുവിന്റെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. അപ്പൊ യേശുക്രിസ്തു കർത്താവാണെന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കായി സംഭവിക്കുന്നത് എന്താണ്? പിതാവിന്റെ നാമം മഹത്വപ്പെടും. ഇപ്പൊ കർത്താവാണ് നിങ്ങളെ സുഖപ്പെടുത്തിയെന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? പിതാവിന്റെ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുകയാണ്. പിതാവിന്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ ഒരു അവസരമാണ് നിങ്ങൾക്ക് നൽകുന്നത്. അതെന്തിനു വേണ്ടിയാണ്? ഇത് നിങ്ങൾ പിതാവായ ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും? വിശ്വാസം കൈമാറ്റപ്പെടും. അതെന്തുകൊണ്ടാണ്? പിതാവായ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നത് മറ്റുള്ളവർ കേൾക്കുന്നു. കേൾക്കുമ്പോൾ എന്താ സംഭവിക്കണത്? വിശ്വാസം ജനിക്കുന്നു. കാര്യം എന്താണ്? വിശ്വാസം കേൾവിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. 10:17 വയസ്സത്തെ റോമ ശ്രുതികട ഹല്ലേലൂയ 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 റോമ 10:17 റോമ 10:17 ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സാക്ഷ്യം ഒരേ സമയം തന്നെ പ്രഘോഷണമാണ്. അനുഭവാധിഷ്ഠിത പ്രഘോഷണമാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. ചുമ്മാ തിയറട്ടിക്കലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയല്ല. അതിന് ഒരു ഫാക്കൽറ്റിയെ വർക്ക് ചെയ്യത്തുള്ളൂ. തിയറട്ടിക്കലായിട്ടുള്ള പ്രസംഗങ്ങൾ പറഞ്ഞ് സൈദ്ധാന്തിക പ്രഘോഷണം എന്ന് പറയും. സൈദ്ധാന്തിക പ്രബോധനം അതെന്താ തന്നെ ഒരു ഫാക്കൽറ്റിയെ വർക്ക് ചെയ്യത്തുള്ളൂ. അതെന്തിൻ്റെ ഇൻ്റലക്ച്വൽ പ്രോഡക്റ്റാണത്. ബുദ്ധിയുടെ ഒരു ഫുഡാണ് സൈദ്ധാന്തിക പ്രബോധനം എന്ന് പറയണത്. അത് വേണ്ടെന്നല്ല, അത് വേണം, തിയറട്ടിക്കൽ ലെവലാണ്. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് അടുത്ത ഫാക്കൽറ്റി ഉണ്ട് നമുക്ക്. എന്താണ്? ഹൃദയം, വില്ലെന്ന് പറഞ്ഞാൽ എന്താണ്? അനുഭവജ്ഞാനമാണ്, അറിവ് മാത്രമല്ല, അപ്ലൈഡ് നോളജ്. ഞാൻ തിയറി എടുത്തിട്ട് അതിനെ പ്രാക്ടീസ് ചെയ്തു. അപ്പോഴെനിക്ക് യേശു കർത്താവാണെന്നുള്ള അനുഭവം ഉണ്ടായിരുന്നു. അതെനിക്ക് ഹീലിംഗ് ആയി തോന്നി. അപ്പം ഞാൻ 92 വയസ്സുള്ള അപ്പാപ്പൻ എന്താ ചെയ്ത്? അപ്പാപ്പൻ ഇവിടെ വന്നപ്പോൾ അഡ്രിനൽ ഗ്രന്ഥി ഇരിക്കണില്ലേ, അപ്പോൾ അവൻ്റെ പാങ്ക്രിയാസ് ഇരിക്കുന്ന സ്ഥലത്ത് സൈത്തെടുത്തിട്ട് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ ഈശോനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അത്രേ ഉള്ളൂ. സിമ്പിൾ, തീർന്നില്ലേ? പക്ഷെ പറയണത് ആരാണ്? പറയണത് 4 വയസ്സ് മുതൽ ദൈവമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. അതാ വിഷയം. ബന്ധം ഇടയ്ക്ക് പോയിട്ടില്ല. മനസ്സിലായ? കർത്താവ് ഇപ്പം നമ്മുടെ വീട്ടിൽ ചോറ് തന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീട്ടിൽ പോയി നക്കാൻ പോയിട്ടില്ല. അതാ വിഷയം. അത് പ്രശ്നമാണ്. നിങ്ങൾക്കൊരു കാര്യം നടന്നില്ലെന്ന് പറയുമ്പോൾ നീ കളം മാറ്റി ചവിട്ടും. ആ ഉടമ്പടി ശരിയായില്ല, എന്നാൽ പിന്നെ അന്തോണീസിൻ്റെ അടുത്ത് പോയി നൊവേന കൂടിയേക്കാന്ന് പറയും. അവിടെ വെച്ച് നിൻ്റെ കാര്യം തീരുമാനമാവും. അവിടെ വിഷയം എന്താണ്? എന്താ കാര്യം? നീ അവൻ പറയണ പോലെ ചെയ്യണേ. അവൻ പറയണ പോലെ ചെയ്യല്ലേ, ചെയ്യാൻ നിനക്ക് പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങളെന്ത് ചെയ്യും? പാട്ട് പാടി നടക്കും. നിത്യസഹായ മാതാവ് ആന കൂന എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കും. ആ പാട്ട് പാടിയാൽ തീരത്തില്ല. ചില കാര്യങ്ങൾ പാട്ട് പാടി തീരത്തില്ല. എന്താ കാര്യം? പറഞ്ഞിരിക്കുന്നത് അവൻ പറയണ പോലെ ചെയ്യാനാണ്. ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് ഭൂമിയുടെ അതിർത്തികൾ വരെ സാക്ഷികളായിരിക്കും. അല്ല പ്രാർത്ഥനക്കാരായിരിക്കും എന്നല്ലേ, നിങ്ങളെനിക്ക് സാക്ഷികളായിരിക്കും. ജീവിതം കൊണ്ട് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കണം. അപ്പം ഇതിൻ്റെ പ്രഥമ നിലപാട്, വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിടണം. ഹെബ്രായർ 6:1 അതിനാൽ ക്രിസ്തുവിന്റെ വചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട്. അപ്പൊ ഞാൻ നൊവേനയൊന്നും എതിർത്തിട്ടൊന്നുമില്ല. നിങ്ങൾ പറയരുത് അച്ഛൻ നൊവേനക്കെതിരെ സംസാരിച്ചൊന്നും പറയരുത്. ഇല്ല, എതിരില്ല. അത് പ്രഥമ പാഠങ്ങളാണ്. വിശ്വാസത്തിന് പ്രഥമ പാഠങ്ങളുണ്ട്. നമുക്കറിയാമല്ലേ, 4ാം ക്ലാസ്സുണ്ട്, 10ാം ക്ലാസ്സുണ്ട്, +2 ഉണ്ട്, പിന്നെ എന്താണ്, ഡിഗ്രി ഉണ്ട്, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ട്, PhD ഉണ്ട്. കേട്ടാ, വിശ്വാസത്തിന് പല പല പാഠങ്ങളുണ്ട്. വിശ്വാസത്തിൻ്റെ ഈ പാഠങ്ങളെല്ലാം പഠിച്ച് പിന്നിടേണ്ടതാണ്. അല്ലാതെ 65 വയസ്സായിട്ട് ഇപ്പോഴും പഴയ പാഠം പാടി നടന്നാൽ എങ്ങനെ ശരിയാവും? ശരിയാകത്തില്ല. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യും? ദൈവം അതുകൊണ്ട് ക്ലൈമറ്റ് ചേഞ്ച് വെച്ചിട്ടുണ്ട്. നീ ഒരു വിശ്വാസത്തിൻ്റെ പാതയിൽ പോകുകയാണ്, എന്നിട്ട് നീ പറയും ഉടമ്പടി നീ പറയും ഇനി നിനക്ക് യു-ടേൺ എടുക്കാൻ സമയമായി. എന്താ കാര്യം? ഇനി അവൻ പറയണ പോലെ ചെല്ലിയാൽ മാത്രം പോരാ, ഇനി ചെയ്യണം.
അതാണ് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ടു പക്വതയ്ക്ക് വളരുകയാണ്. അവൻ പറയണത് ചെല്ലുക മാത്രം പോലെ ഇനി എന്താണ് ചെയ്യണം. ചെയ്യുമ്പോൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത് അവനെ കൈമാറണം. തലയാണ് ആദ്യം വേണ്ടത്. ബാക്കി എല്ലാ അവയവങ്ങളും ഉണ്ടായാലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും. തല പോയാൽ പോയത് തന്നെ. ബാക്കി എല്ലാ അവയവങ്ങളുണ്ടായാലും വെച്ച് പിടിപ്പിക്കാൻ പറ്റും നമുക്ക്. പക്ഷെ തല പോയതാണ്. തലച്ചോറ് പിന്നെ ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഒരു തുള്ളി പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അത്രയും സ്ഥലം പാരലൈസ്ഡ് ആവും. വിശ്വാസത്തിൻ്റെ തലയെന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസ കൈമാറ്റമാണ്. അതെപ്പോഴും വിശ്വാസ കൈമാറ്റമാണ്. അപ്പോൾ ആദ്യമേ കയറി വിശ്വാസ കൈമാറ്റത്തിന് കൈ കൊടുത്താൽ പിന്നെ എളുപ്പമാവും. എന്നെ കാണുന്നവരോട്, ഞാൻ സംസാരിക്കുന്നവരോട് എവിടെ ചെന്ന് എനിക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ കൃപാസനം പത്രം എടുത്ത് കൊടുക്കും. എന്തുകൊണ്ടാണ് ദൈവം 18 ഭാഷയിലേക്ക് ഈ പത്രത്തെ വളർത്തിയത്? നമ്മൾ ആരും അറിഞ്ഞില്ല. ഒരു രാത്രിയും പകലും അമ്മ ഇതിനെ വളർത്തുകയാണ് ശരിക്കും. ഇന്ന് 18 ഭാഷയിലുണ്ട് പത്രം. ഇന്ന് ചിക്കാഗോയിൽ പത്രം അവർ പുതുതായി അവിടെ തന്നെ ഞങ്ങൾ PDF അയച്ചു കൊടുത്തിട്ട് അവിടെ തന്നെ പ്രിൻ്റ് ചെയ്യുകയാണ്. ഇപ്പോഴും ഒരു ചിക്കാഗോ എഡിഷൻ പത്രം ഇംഗ്ലീഷ് പത്രം ഇറങ്ങുകയാണ്. അങ്ങനെ ഓരോ രാജ്യത്തും അവരുടേതായിട്ടുള്ള വേർഷൻസ് ഇറങ്ങും. എന്താ കാര്യം? അമ്മയുടെ പ്രത്യക്ഷീകരണം, ദുരന്തം ഉണ്ടാകാമ്പോൾ പ്രാർത്ഥിക്കണമെന്നാണ് അമ്മ പറഞ്ഞത്. ലോകത്തിൻ്റെ എല്ലാ വശങ്ങളിലും പ്രാർത്ഥന പടയാളികളെ സൃഷ്ടിക്കുകയാണ്. എന്തിനാണ്? ദുരന്തത്തെ പ്രതിരോധിക്കാൻ വേണ്ടി ദൈവികമായ നടപടിയാണ് ഒരു ഉടമ്പടി സൈന്യത്തെ രൂപീകരിക്കുക. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സരിയന്റെ ഉടമ്പടിയിലൂടെ അങ്ങ് തന്നെ ഈ സൈന്യങ്ങളെ രൂപീകരിക്കും നന്ദി പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴേ ഈ 92 വയസ്സുള്ള അപ്പൻ്റെ പാങ്ക്രിയാസിലെ കല്ലുകൾ നിറഞ്ഞ പാങ്ക്രിയാസിലെ ഓപ്പറേഷന് ഇനി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുന്നതിന് സുഖപ്പെടാത്ത പാങ്ക്രിയാസിലെ ഓപ്പറേഷൻ നടത്താൻ 92 വയസ്സുകാർക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് വൈദ്യശാസ്ത്രം റിജക്റ്റ് ചെയ്ത പാങ്ക്രിയാസിലെ എന്താ ചെയ്യേണ്ടത്? സൈത്ത് പൂശിട്ട് പറയും, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. അപ്പം നാമമാണ് അവിടുത്തെ പ്രധാനപ്പെട്ടത്. എൻ്റെ കർത്താവിൻ്റെ നാമം ഉന്നതമായ നാമമാണ്. ഫിലിപ്പിയർ 2:7 അനുസരിച്ച് എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ. അപ്പം എൻ്റെ കർത്താവെന്ന് പറയാൻ കഴിയണം. ഞാനൊരിക്കലും നമ്മുടെ കർത്താവെന്ന് ഞാൻ പറയാറില്ല ഒരിക്കലും. പ്രാർത്ഥനയിൽ എൻ്റെ കർത്താവെന്ന് പറയത്തുള്ളൂ. നിങ്ങൾ കേട്ടിട്ടില്ലേ? എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാം. അതായത് ഞാൻ ഈ 65 കൊല്ലം അല്ലെങ്കിൽ 61 കൊല്ലം 4 വയസ്സിലാണ് എനിക്ക് വിശ്വാസം കിട്ടുന്നത്. അപ്പോൾ ഈ 4 വയസ്സിന് തൊട്ട് ഇന്ന് വരെ ഞാൻ അനുഭവിച്ച ഒരു ക്രിസ്തുവുണ്ട്. അതെല്ലാത്തേക്കും ഉന്നതമായൊരു ക്രിസ്തുവാണ്. ആരും എന്നെ പഠിപ്പിച്ച ക്രിസ്തുവല്ല. അനുഭവത്തിലൂടെ ഞാൻ കണ്ടറിഞ്ഞ എൻ്റെ കുടുംബത്തിൻ്റെ വിശുദ്ധമായ അപ്പൻ്റെ വിശ്വാസ പാരമ്പര്യത്തിൽ നിന്ന് കണ്ട് മനസ്സിലാക്കിയ ദൈവത്തെ സഭ എനിക്ക് താത്വികമായി പഠിപ്പിച്ചു തന്നു. സഭയുടെ പഠിപ്പിച്ചു തന്ന മൊത്തം ഞാൻ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് ക്ലാസ്സിൽ കൃത്യമായിട്ടിരുന്നത് പഠിച്ച് മനസ്സിലാക്കി അങ്ങനെ സഭയും കുടുംബവും കൂടി കൈമാറിയ ക്രിസ്തുവുണ്ട്. അതാണ് എൻ്റെ കർത്താവ്. അതിനെ ഞാൻ ആപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ അഗ്നി പരീക്ഷകളിലൂടെ ക്രിസ്തുവിൻ്റെ കുരിശ് ഞാൻ കയ്യിൽ നിന്ന് കളയാതെ ഞാൻ കുരിശ് ഈ കടൽ നീന്തി കടന്ന ചരിത്രം എനിക്കുണ്ട്. അപ്പോൾ അത് അങ്ങനെ വരുമ്പോഴാണ് അതിൽ എന്നെ കൂടെ സഹായിച്ച കർത്താവാണ് എൻ്റെ കർത്താവ്. സ്പിരിറ്റ് ഓഫ് മേരി എന്ന് പറയത്തില്ല, മറിയത്തിൻ്റെ ആത്മാവ്. മറിയത്തിൽ ഇറങ്ങി വസിച്ച് രക്ഷണകൃത്യം പൂർത്തിയാക്കിയ മറിയത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കിയതാണ് മറിയത്തിൻ്റെ ആത്മാവ്. ക്രിസ്തുവിൻ്റെ ആത്മാവുണ്ട്, കർത്താവിൻ്റെ ആത്മാവുണ്ട്. എവിടെയെല്ലാം വ്യത്യസ്തമായ രീതികളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ദൗത്യം പൂർത്തിയാക്കുമ്പോൾ അത് അവരുടെ പേരിൽ അറിയപ്പെടും. അതുപോലെ എൻ്റെ കർത്താവെന്ന് പറയുമ്പോൾ എൻ്റെ ജീവിതാനുഭവത്തിലൂടെ കർത്താവിന് സുവിശേഷമാകാനും സുവിശേഷമേകാനും വേണ്ടി കടന്നുപോയ അഗ്നിപരീക്ഷയുടെ കാലഘട്ടങ്ങളിൽ വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ മുന്നേറിയ സാക്ഷ്യം വഹിച്ചുള്ള കാര്യം ആണ്. അത് പ്രഖ്യാപിക്കും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. പിന്നെ എന്താണ്? സഭയാണ് എനിക്ക് പൗരോഹിത്യം നൽകുക. സഭയെ ഞാൻ അനുസ്മരിക്കും. എന്താ കാര്യം? സഭയില്ലേ പിന്നെ ഞാനില്ല. കാര്യം എന്താണ്? സഭയാണ് എനിക്ക് പട്ടം നൽകിയത്, കർത്താവിൻ്റെ അഭിഷേകം നൽകിയ കാര്യം. അപ്പോസ്തലികമായ അഭിഷേകം സഭയ്ക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ എന്തെല്ലാം പ്രശ്നങ്ങൾ സഭയിലുണ്ടായിട്ട് ഞാൻ സഭയെ വിമർശിക്കാത്തതിൻ്റെ കാരണം എന്താ?
സഭയെ വിമർശിച്ച്, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അമേരിക്കയിൽ നിന്ന് അച്ഛൻ വന്നിട്ട് എന്നോട് മോൺസിഞ്ഞർ വന്നിട്ട് എന്നോട് കുറേ നേരം സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ സഭയ്ക്കെതിരെ ഒരിക്കലും സംസാരിക്കത്തില്ല. എന്താ കാര്യം? സഭയെ കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കുന്നതാണ് സഭ. നമ്മൾ സഭയെ സംസാരിച്ചതിനെതിരെ ഒരു പോറൽ വന്നാൽ പിന്നെ അത് നികർത്താൻ നമുക്ക് പറ്റത്തില്ല. ഗർഭിണികളുടെ ശരീരത്തിൽ കുഞ്ഞുങ്ങളെ, മൂത്ത കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ട് അമ്മയുടെ വയറിലൊക്കെ, അമ്മേ ഈ വയറ് കുഞ്ഞുവാവ് എപ്പോൾ വരും എന്നൊക്കെ ചോദിച്ചിട്ട് പിള്ളേർ മാന്തത്തില്ലേ. അപ്പോൾ പിള്ളേരെ മാറ്റി നിർത്തും. എന്താ കാര്യം? പിള്ളേരുടെ കായ് നഖം വയറൊക്കെ കൊണ്ടു കഴിഞ്ഞാൽ പാട് കിടക്കൂടാ. അതുപോലെ സഭയെ നമ്മൾ വിമർശിച്ചാൽ നമുക്കുമായിട്ട് പിന്നെ അത് ആ പാടായിട്ട് അവിടെ കിടക്കും. അതുകൊണ്ട് സഹിച്ച്, സഭയിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടെങ്കിലും സഹിച്ച് പ്രാർത്ഥിക്കാനേ പറ്റത്തുള്ളൂ. കാര്യം എന്താണ്? സഭയ്ക്ക് ആവശ്യമായത് വിശ്വാസികളുടെ സഹന പ്രാർത്ഥനകളാണ്. നമ്മൾ ഈ കാലത്തെ അതിജീവിക്കും. നമ്മൾ ഈ കാലത്തെ അതിജീവിക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് സത്യവും നീതിയും പെരുമാറണം. അതിൻ്റെ അകത്ത് രണ്ട് ഭാഗം, ഒരു ഭാഗമായിട്ട് ആരും ഞാൻ തിരിക്കത്തില്ല. ഞാൻ തിരിക്കണേ എന്തുകൊണ്ടെന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും നീതി കിട്ടണം, എല്ലാവരും കർത്താവിൻ്റെ കൃപയിലും ദൈവസ്നേഹത്തിലും നിലനിൽക്കണം. അതിനുവേണ്ടി നമ്മൾ സഹിച്ച് പ്രാർത്ഥിക്കും. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതാ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ. പിന്നെന്താ പറയണത്? സഭയുടെ അധികാരത്തിൽ. പിന്നെന്താണ്? കുരിശിൻ്റെ അടയാളത്തിൽ. ദൈവത്തിൻ്റെ ശക്തി, കൃപ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ശക്തിയല്ലേ? ദൈവത്തിൻ്റെ ശക്തിയാൽ. അപ്പം എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ. കുരിശിൻ്റെ അടയാളം എന്ന് പറയുന്നത് എന്താണ്? പാപത്തിന് പരിഹാരം ചെയ്ത് മനുഷ്യനെ വീണ്ടെടുത്തതിൻ്റെ വിജയചിഹ്നമാണ് കുരിശ്. കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തി, കൃപയാൽ യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ നീ സൗഖ്യം പ്രാപിക്കട്ടെ. അപ്പം ആ സൗഖ്യം ഈ 92 വയസ്സുകാരൻ അനുഭവിച്ചിട്ട് അദ്ദേഹം ഇവിടുന്ന് സന്തോഷമായിട്ട് നടന്നു പോകുമ്പോൾ ആരാണ് സാക്ഷ്യം പറയുന്നത്? അദ്ദേഹമല്ലേ? അദ്ദേഹത്തിൻ്റെ ശരീരത്തിലല്ലേ പാങ്ക്രിയാസിൻ്റെ കല്ലുകൾ മാറിയെന്ന് അദ്ദേഹത്തിനാണ്. ഇങ്ങോട്ട് വന്ന ആളല്ല തിരിച്ചു പോണത്. അപ്പോൾ ആരാണ് ആദ്യം സാക്ഷ്യം പറയേണ്ടത്? വൈദ്യശാസ്ത്രമാണ്? അപ്പാപ്പനാണ്? അപ്പാപ്പനാണ്. പിന്നീട് പോയി സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഒറ്റ കല്ലും കാണാനില്ല. അപ്പൊ ആ പ്രഥമ സാക്ഷി ആരാണ്? ആ രോഗി അനുഭവിച്ച രോഗിയാണ്. രണ്ടാമത്തെ സാക്ഷിയാണ് ആര്? വൈദ്യശാസ്ത്രം. അപ്പോൾ വൈദ്യശാസ്ത്രമാണ് എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി അപ്രസക്തനാണെന്നും വിവരമില്ലാത്തവനാണെന്നും ചുമ്മാ വിവരമില്ലാത്തവർ കൊട്ടിക്കൊഴിക്കണതാണത്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രോഗിയുടെ വിശ്വാസം സ്വീകരിക്കാനുള്ള കഴിവ് നമ്മൾ തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. അത് കൊണ്ടുപോയി കുറച്ച് മെഷീൻസിന് കൊടുത്തിട്ട് കാര്യമില്ല. വിശ്വാസം ഏറ്റുപറഞ്ഞിട്ട് ആ രോഗി വിശ്വാസം ഏറ്റുപറഞ്ഞത് കൊണ്ടല്ലേ അദ്ദേഹത്തിന് സൗഖ്യം കിട്ടിയത്. അവൻ്റെ വിശ്വാസത്തെയാണ് നമ്മൾ സാക്ഷീകരിക്കേണ്ടത്, അല്ല വൈദ്യശാസ്ത്രത്തിൻ്റെ കയ്യിരിക്കണ മെഷീൻസിനല്ല. നീ പറഞ്ഞത് കേട്ടിട്ട് 10 പേര് ക്രിസ്തുവിനെ അറിഞ്ഞെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഏറ്റവും വലിയ കാര്യമാണ്. അതൊന്നും നടക്കാതെ ചുമ്മാ വായി തോന്നനെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ദൈവിക നടപടികൾ വിമർശിക്കാൻ പോയാൽ അവർ വിശ്വാസികളല്ല, വിശ്വാസികളെക്കാൾ തരം താഴ്ന്നവരാണ്. ഓർക്കുക, നിങ്ങളുടെ ഉടമ്പടിയുടെ തലയെന്ന് പറയുന്നത് എന്താണ്? അത് വിശ്വാസ കൈമാറ്റമാണ്. ഇതിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ എന്താ? തല എന്താണ്? വിശ്വാസ കൈമാറ്റം. അല്ല നിങ്ങൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇങ്ങനെ ഞാൻ 350 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി ഞാൻ എടുത്ത് മരിച്ചു തെങ്ങാമുട്ടത്തിൽ എറിയും. അല്ല എന്ത് ചെയ്യാനാണ് ഈ സാധനത്തിന്? ഇതിനൊന്നും അറിയത്തില്ല. ഞാൻ 350 പ്രാവശ്യം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയെന്നാണ്. നീ 1 പ്രാവശ്യം ചെല്ലിയാൽ മതി, അതേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ എന്താണ് പറയണ്ട? രണ്ടാമത്തത് അവൻ പറയണ പോലെ ചെയ്യണം. എന്ത് ചെയ്യണം? ആദ്യം വിശ്വാസ കൈമാറ്റം നടത്തണം. അതിന് നിനക്ക് സംസാരിക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ 18 ഭാഷ പത്രമുണ്ട്, അതുകൊണ്ട് കൊടുത്തിട്ട് കാര്യം പറയണം നിങ്ങൾ. പിന്നെന്താ ചെയ്യേണ്ടത്? പിന്നെ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം എന്താണ്? അവൻ പറയണ പോലെ ചെയ്യണം. അത് ഹൃദയം എന്താണ്? നിൻ്റെ കാരുണ്യപ്രവൃത്തികളാണ്. കാരുണ്യപ്രവൃത്തികളാണ് എൻ്റെ ഹൃദയം. ഉടമ്പടിയുടെ തലയെന്ന് പറയണത് വിശ്വാസ കൈമാറ്റവും ഉടമ്പടിയുടെ ഹൃദയം എന്ന് പറയണത് കാരുണ്യപ്രവൃത്തികളുമാണ്. ആ കാരുണ്യപ്രവൃത്തികളെന്ന് പറയുമ്പോൾ ജാതിയും മതവും നോക്കാതെ ആവശ്യക്കാരനെ കണ്ടെത്തിക്കാനല്ല, നിങ്ങളുടെ ബന്ധുക്കൾക്കും സ്വന്തപ്പെട്ടവരും കൊടുക്കണമല്ല. ഉടമ്പടിയുടെ ഹൃദയം എന്ന് പറയണത് നീ അനുഭവിക്കുന്ന ദൈവസ്നേഹത്തെ മറ്റു മക്കൾക്ക്, ആവശ്യക്കാർക്ക് ജാതി മതം നോക്കാതെ കൈമാറണം. രോഗികൾക്കായാലും ആവശ്യത്തിൽ ഇരിക്കുന്നവർക്കായാലും ആരായാലും. അത് എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ തരികിട പരിപാടിയല്ല, നിനക്ക് ചെയ്യാൻ പറ്റും. നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചാണ് അവരെ സഹായിക്കേണ്ടത്. നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് അത് ചെയ്യണം. എന്താ? ദൈവസ്നേഹത്തോടെ ചെയ്യണം. അതാണ് എൻ്റെ ഹൃദയം എന്ന് പറയണത്.
അപ്പം അങ്ങനെയാണെങ്കിൽ പിന്നെ എന്താ സംഭവം? പെട്ടെന്നാണ് ഉടമ്പടി പുതുക്കപ്പെടുന്നത്. ഉടമ്പടി കൃപാസനത്തിൽ വന്ന് പുതുക്കുന്നതിനേക്കാൾ ഉപരി നിൻ്റെ ജീവിതം ഉടമ്പടി പ്രകാരമാണെങ്കിൽ നിൻ്റെ ജീവിതം തന്നെ പുതുക്കിക്കൊണ്ടേയിരിക്കും. ദൈവം പുതുക്കിക്കൊണ്ടേയിരിക്കും. അപ്പോഴതുകൊണ്ട് ഇതിൽ പ്രാർത്ഥനയുണ്ട്, പ്രയോഗമുണ്ട്, അതേസമയം തന്നെ പ്രഖ്യാപനങ്ങളുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തോടെ ചെയ്ത് ഉടമ്പടി സിൽവർ ഗ്രേയിലേക്ക് വരുമ്പോൾ നീ നല്ല 90% ഇവാഞ്ചലിസ്റ്റ് ആയിരിക്കണം. ആരാണ്? വിശ്വാസം കൈമാറി ദൈവസ്നേഹത്തോടെ വക്താവായിരിക്കണം. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുമ്പോൾ നീ ഒരിക്കൽ ചിലപ്പോൾ ആ പേര് കൊണ്ട് തെറ്റിദ്ധരിക്കും. ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ വക്താവെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നീ ഉടമ്പടി സിൽവർ ഗ്രേയിൽ വരുമ്പോൾ നിൻ്റെ വിഷയത്തെക്കാൾ ഉപരി ദൈവമായിരിക്കണം നിൻ്റെ 90% വിഷയം. ഞാൻ പറയും അങ്ങനെയുള്ളവർ നോക്കിയിട്ടാണ് ഇത് ഉടമ്പടി പുതുക്കി കൊടുക്കുക. ഇപ്പോൾ ഈ ഇന്ദ്രനീലം എന്ന് പറഞ്ഞിട്ട് ഒരു കളർ വരുന്നുണ്ട് ഉടമ്പടിയിൽ. ഇന്ദ്രനീലം എന്ന് വെച്ചാൽ എന്താണത്? അതായത് നമ്മളുടെ നല്ല കടുന്നീലമില്ലേ, ഈ പുസ്തകമൊക്കെ ഈ നമ്മുടെ പുറപ്പാടിൻ്റെ പുസ്തകത്തിലൊക്കെ വാഗ്ദാന പേടകം മൂടണത് ഇന്ദ്രനീലം കൊണ്ടാണ്, കടുന്നീലം കൊണ്ടാണ്. അപ്പോൾ കടുന്നീലം ഒരു കളറിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. സിൽവർ ഗ്രേയിലുള്ള ആൾക്കാർ അവരൊക്കെ പുതുക്കി കൊടുക്കും. അവർ കടുന്നീല കളറിലേക്ക് വരും. എന്ന് വെച്ചാൽ ഇന്ദ്രനീലം വാഗ്ദാന പേടകം മൂടുന്ന കളറിലേക്ക് വരും. അത് വരുമ്പോൾ എന്ത് ചെയ്യും? അവർ പൂർണ്ണമായിട്ടും കൃപ നിറഞ്ഞവളും അവർ തന്നെ വിശ്വാസ കൈമാറ്റം പ്രധാനപ്പെട്ട ലക്ഷ്യമായിട്ട് മാറുന്ന ഒരാൾക്കാരാണ് പുതുക്കി കൊടുക്കുക. അല്ലാതെ ഇപ്പോഴും മക്കൾക്ക് പെരകടാവിന് കേന്ദ്ര വിദ്യാലയത്തിൽ ഇത് കിട്ടണം, വീട്ടിലെ ഓഹരി കിട്ടണം എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരില്ലേ, അവർക്കിത് പുതുക്കിയിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവർക്ക് ഉടമ്പടി പുതുക്കി കൊടുക്കൊണ്ടിരിക്കും. ഏതാണ്? ഈ സിൽവർ ഗ്രേയും പിന്നെയും പുതുക്കി കൊടുക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ നല്ല അച്ഛൻ പറയുന്നത് മുഴുവനും ശരിയാണ്. ഞാനൊന്നും ചിന്തിക്കാതെയും ആലോചിക്കാതെയും കാര്യങ്ങൾ മനസ്സിലാക്കാതെയും പറയത്തില്ല. എല്ലാ വിഷയത്തിൻ്റെ മേലും നിങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ നിങ്ങൾ വളർന്ന് ആദ്യം ദൈവരാജ്യം അതിൻ്റെ നീതിയും നിറവേറ്റാനുള്ള അത്യാവശ്യാഭിഷേകം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം ദൈവം ചേർത്ത് നടക്കുന്നത് ഈ 6 കാര്യമായിരിക്കത്തില്ല. ഒരു ഒറ്റ ശ്വാസത്തിൽ ഒരു പെങ്കൊച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ 14 സാക്ഷ്യം പറഞ്ഞു. അപ്പോൾ 6 കാര്യങ്ങളാണ് നടക്കുന്നത്. 6ഒന്നുമല്ല, എത്ര വേണമെങ്കിലും ദൈവം ചെയ്യും. ആദ്യം ദൈവിക കാര്യങ്ങൾ ക്രമീകരിക്കുക. എഴുന്നേൽക്കുക. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് 5 മിനിറ്റ് പ്രാർത്ഥന, അച്ഛനും സിസ്റ്ററും 5 മിനിറ്റ് പ്രാർത്ഥിക്കും. അതിനുശേഷം രോഗസൗഖ്യ പ്രാർത്ഥന. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നമ്മെ ഓരോരുത്തരെയും പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സംരക്ഷണയിൽ ഈ ദിവ്യകാരുണ്യനാഥനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ഓരോ നിമിഷവും ഉടമ്പടിയുടെ ആത്മാവിനെ കുറിച്ച് അച്ഛൻ നമ്മളോട് സംസാരിച്ചു. ഈശോയെ, അവിടുത്തെ കൈമാറുവാൻ വേണ്ടി ഓരോ നിമിഷവും ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതം അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ സ്നേഹം പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന കുടുംബങ്ങളിൽ അവിടുത്തെ സംരക്ഷണം അനുഭവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. സുവിശേഷത്തിന് വെളിച്ചത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഉടമ്പടി പ്രാർത്ഥനയും പ്രവൃത്തിയും പ്രഘോഷണവും പ്രയോഗവുമുള്ള ജീവിതമെന്ന് ഓരോ നിമിഷവും ഞങ്ങളെ ഇവിടുന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. വിശ്വനാഥ, എല്ലാ മേഖലകളെയും അവിടുത്തേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അവിടുത്തെ സാക്ഷികളായി ഈ ലോകത്തിൽ ജീവിക്കുവാനുള്ള കൃപയിലേക്ക് ഞങ്ങളെ വളർത്തണമേ. താൽക്കാലിക നന്മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിത്യമായി നിലനിൽക്കുന്ന സമാധാനത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ ഉയർത്തുവാൻ അവിടുന്ന് കൃപയാകണമേ. നിഷ്കളങ്കമായി അവിടുത്തെ സ്നേഹിക്കുവാൻ സഹായിക്കണമേ. അങ്ങിൽ ആശ്രയിച്ച ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളെയും സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ വിശുദ്ധ വസ്തുക്കളാൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ
അവിടുത്തെ ഉന്നതമായ നാമത്തിൻ്റെ ശക്തി അതിലൂടെ പ്രകടമാക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, അവിടുത്തെ നാമം മഹത്വപ്പെടട്ടെ. എല്ലാ തിന്മയുടെ ശക്തികളുടെ മേലും അവിടുത്തെ നാമം വിജയിക്കട്ടെ. ഇന്ന് സഭ കടന്നു പോകുന്ന എല്ലാ ക്ലേശ സാഹചര്യങ്ങളിലും അവിടുത്തെ ഉന്നതമായ നാമത്തിന് വിജയവും മഹത്വവും ലോകം മുഴുവനും അങ്ങിലേക്ക് ആകർഷിക്കും വിധം അങ്ങ് അവരെ സഹായിക്കുകയും ചെയ്യണമേ. ഈശോയെ, ഞങ്ങളുടെ ഓരോ കുടുംബത്തെയും ഓരോ വ്യക്തി ജീവിതത്തെയും അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വാക്കുകൊണ്ട് ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അങ്ങയെ കൈമാറുവാനാവും വിധം ഞങ്ങളെ ജീവിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ സംസാരങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ മനോഭാവങ്ങളെ വിശുദ്ധീകരിക്കണമേ. സമ്പത്തിനോടും പ്രശസ്തിയോടും അംഗീകാരത്തോടുമുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഈശോയെ, അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ ജീവിതം അങ്ങയ്ക്ക് വേണ്ടി സമർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളായിരിക്കുന്ന അവസ്ഥകളെ അവിടുന്ന് അറിയുന്നുവല്ലോ. ഞങ്ങളുടെ കുടുംബവും അതിൻ്റെ സാഹചര്യങ്ങളും അവിടുന്ന് കാണുന്നുവല്ലോ. ക്ലേശപൂർണമായ സഹനങ്ങളേറെയുള്ള രോഗത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും കടബാധ്യതകളുടെയും തൊഴിലില്ലായ്മയുടെയും പരാജയങ്ങളുടെയും ഒറ്റപ്പെടലിൻ്റെയും എല്ലാ അവസ്ഥകളെയും അവിടുന്ന് അറിയുന്നുവല്ലോ. ഈശോയെ, ഞങ്ങൾ എത്ര കണ്ട് ക്ലേശത്തിലൂടെ കടന്നു പോകുമ്പോഴും അവിടുത്തെ ഉന്നതമായ നാമത്തെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഉന്നതമായ നാമത്തിൽ ആഗ്രഹിച്ച് ആശ്രയിച്ച് വിശ്വസിക്കുന്നു. ഇന്നെന്തായിരുന്നാലും ഗുണകരമായി മാറ്റിത്തരുവാൻ അവിടുത്തെ നാമത്തിന് ശക്തിയുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിച്ചേറ്റു പറയുന്നു. കർത്താവേ, ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങളെ സുവിശേഷത്തിന്റെ പ്രഘോഷകരായി വളർത്തുവാൻ സഹായിക്കണമേ. കർത്താവേ, ഉടമ്പടിയിൽ ജീവിക്കുന്ന ഞങ്ങളെ ദൈവസ്നേഹം പങ്കുവെക്കുന്നവരായി ഞങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും അവിടുന്ന് വളർത്തുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ സ്വാർത്ഥതകളെ, ഞങ്ങളുടെ ആസക്തികളെ, ഞങ്ങളുടെ കലഹപ്രകൃതങ്ങളെ, ഞങ്ങളുടെ ദേഷ്യപ്രകൃതിയെ, ഞങ്ങളുടെ മന്ദതയെ ഈശോയെ മാറ്റിത്തന്നുകൊണ്ട് അവിടുത്തെ കാരുണ്യത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കണമേ. ഈശോയെ, അഗതികളോടും അനാഥരോടും രോഗികളോടും വിധവകളോടും ഉള്ളതിലെ പങ്കുവയ്ക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹൃദയപൂർവം സ്നേഹിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങ് നൽകിയത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഈശോയെ, ഞങ്ങളുടെ മെറിറ്റ് അല്ല, അങ്ങയുടെ കൃപ മാത്രം, അങ്ങയുടെ കൃപ മാത്രം ഞങ്ങളുടെ ജീവിതമെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ സഹായിക്കണമേ. മക്കളെ, എല്ലാ നിയോഗങ്ങളെയും ഈശ്വര കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് എല്ലാ ജീവിതാവസ്ഥകളെയും തമ്പുരാന്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവിടുത്തെ സുവിശേഷത്തിന്റെ സാക്ഷിയാകുവാൻ, അമ്മ മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയാകുവാൻ ഈ കാലത്തിൽ, ഈ ലോകത്തിൽ നമ്മെ ഓരോരുത്തരെയും നയിക്കണമേ എന്ന് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇപ്പോൾ ഉടമ്പടി ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന എല്ലാ വെല്ലുവിളികളെയും, എല്ലാ മാന്ദ്യത്തെയും, എല്ലാ പ്രയാസങ്ങളെയും ഈശോയുടെ ആലോചന ചോദിച്ചുകൊണ്ട് അവ തിരുത്തുവാൻ തീരുമാനിച്ചുകൊണ്ട് കൂടുതൽ വിശ്വസ്തതയിൽ, കൂടുതൽ ദൈവസ്നേഹത്തിൽ, കൂടുതൽ ആത്മാർത്ഥതയോടുകൂടി ദൈവനാമത്തെ പ്രഘോഷിക്കുന്നതിന് നമ്മളെ സഹായിക്കണമേ എന്ന് അവിടുത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതങ്ങളെയും ഉടമ്പടി പ്രകാരമുള്ള നിയോഗങ്ങളെയും യേശുവിന്റെ സാക്ഷികളാകുവാൻ, ലോകത്തിന്റെ അതിർത്തിയോളം അവിടുത്തെ എത്തിക്കുവാൻ, വാക്കുകൊണ്ട് പറയുവാനാവാത്തത് കൃപാസനം പത്രത്തിലൂടെ പങ്കുവെക്കുവാൻ നമ്മളെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന മഹത്വം കർത്താവേ, സ്തുതി കർത്താവേ, ആരാധന 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 കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, സ്തുതി 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 കർത്താവേ, ആരാധന മഹത്വം ആരാധന കർത്താവേ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ. ലോകം മുഴുവനും കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ,
സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹെബ്രായർ 6:1 തിരുവചനത്തിലൂടെ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ക്രിസ്തുവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ടുകൊണ്ട് പക്വതയിലേക്ക് വളരുവാനുള്ള വലിയ അഭിഷേകത്തിനായി ആഗ്രഹിച്ച് നമുക്ക് ഹൃദയത്തിൽ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ ശിഷ്യന്മാരോട് അവിടുന്ന് അരുളി ചെയ്തതുപോലെ പിശാചുക്കൾ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട, മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിനെ ഓർത്ത് നിങ്ങൾ സന്തോഷിക്കുമെന്ന്. ഈശോയെ, മരിയൻ ഉടമ്പടിയിൽ നിവൃത്തിയാകുന്ന ഓരോ നിയോഗങ്ങളെ പ്രതിയുള്ള സന്തോഷമല്ല, മറിച്ച് ക്രിസ്തുവിനെ കൈമാറുന്നതിലുള്ള സന്തോഷമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിക്ക് വേണ്ടതെന്ന് നീ വചനത്തിലൂടെ സംസാരിക്കുകയായിരുന്നു. മരിയൻ ഉടമ്പടിയുടെ തല എന്നത് ഈ സുവിശേഷ കൈമാറ്റമാണ്, ക്രിസ്തു കൈമാറ്റമാണ് എന്ന വലിയ വെളിപാടിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈശോയെ, ഇവിടെ നിന്ന് മരിയൻ ഉടമ്പടിയെടുത്ത് ലോകത്തിൻ്റെ വിവിധ ഭൂഖണ്ഡങ്ങളിലോട്ട് പോയിട്ടുള്ള ഓരോ മക്കളെയും കുടുംബങ്ങളെയും ഞങ്ങൾ ഈ അൾത്താരയിൽ പ്രത്യേകമായി സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികൾക്കും സുവിശേഷം കൈമാറുവാൻ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് ഞങ്ങൾ ഒരു നിമിഷം പ്രാർത്ഥിക്കുന്നു. മരിയൻ ഉടമ്പടിയുടെ ഹൃദയം എന്നത് കാരുണ്യ പ്രവൃത്തികളാണെന്ന് ഈശോയെ നീ വെളിപ്പെടുത്തിയല്ലോ. ഇനിയും മരിയൻ ഉടമ്പടി എടുത്ത് പോയിട്ടും കാരുണ്യപ്രവൃത്തികൾ ഒന്നും തന്നെ ചെയ്യാതെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനകൾ മാത്രം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായി ഈ അൾത്താരയിൽ സമർപ്പിക്കുന്നു. ഈശോയെ, അവർക്ക് യോഹന്നാൻ 2:5 തിരുവചനം അനുസരിച്ചുകൊണ്ട് അവൻ പറയുന്നത് പോലെ ഈശോയെ കൊടുക്കുവാൻ കാരുണ്യ പ്രവർത്തികളിലൂടെ നിന്റെ വെളിച്ചം മറ്റുള്ളവർക്ക് പകുത്തു കൊടുക്കുവാൻ ഈശോയെ ഈ ആരാധനയിലൂടെ അവരെ പ്രത്യേകമായി അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ സമസ്തവും അവൻ്റെ പാദത്തിൻ കീഴിലാക്കിയിരിക്കുന്ന വ്യക്തിയാണ്. ഈശോയുടെ നാമം കേൾക്കുന്ന മാത്രയിൽ താഴെ പാതാളത്തിലും ഭൂമിയിലും സ്വർഗത്തിലുമുള്ള എല്ലാവരും അവൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ മുട്ടുമടക്കും എന്ന് തിരുവചനത്തിലൂടെ നമ്മൾ ശ്രവിക്കുകയായിരുന്നു. ഈശോയെ, ഞങ്ങളെ നൊമ്പരപ്പെടുത്തുന്ന എല്ലാ വിഷയങ്ങളെയും അൾത്താരയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ വിഷയങ്ങളുടെയും എല്ലാം മേൽ നീ ജയിച്ചവനാണ്, നീയാണ് കർത്താവെന്ന് ഞങ്ങൾ ഉറക്കെ ഹൃദയം കൊണ്ട് എൻ്റെ കർത്താവാണ് നീ എന്ന് ഞങ്ങൾ അധരം കൊണ്ട് ഏറ്റുപറയുന്നു. ഈശോയെ, പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളെയും, ഞങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന രോഗാവസ്ഥകളാകാം, ഞങ്ങളെ വിഷമിപ്പിക്കുന്ന വ്യക്തികളാകാം, സാഹചര്യങ്ങളാകാം, എന്തു തന്നെയായാലും ഈശോയെ, അവിടെയെല്ലാം നിന്റെ കൃപ പ്രവർത്തിച്ച് നീയാണ് കർത്താവ്, എൻ്റെ കർത്താവെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞങ്ങളെയും സാക്ഷികളായി ഉയർത്തണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി നീ പ്രത്യേകമായി
മധ്യസ്ഥം പ്രാർത്ഥിക്കണമേ എന്ന് ഒരു നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ വിഷയങ്ങളും സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ശക്തമായി സ്തുതിക്കാം. ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, മഹത്വം മഹത്വം, ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉടമ്പടിയുടെ ശിരസിനെ കുറിച്ചാണ് നമുക്കിന്ന് വെളിപാട് കിട്ടിയത്. ഉടമ്പടിയുടെ ശിരസ് സുവിശേഷ വിശ്വാസ കൈമാറ്റവും ഉടമ്പടി ഹൃദയം കാരുണ്യ പ്രവൃത്തികളുമാണ്. പിന്നെ ഉടമ്പടിയിലുള്ളത് പ്രഖ്യാപനവും പ്രയോഗനവുമാണ്. ഒരു കൈ പ്രഖ്യാപനത്തിനും യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കും, നമ്മുടെ നിലപാടിലൂടെയും സംസാരത്തിലൂടെയും. ഒരു കൈ പ്രയോഗത്തിൻ്റെതാണ്. ഉപ്പ്, ഉടമ്പടി തൈലം, തിരികത്തിക്കൽ, ഇങ്ങനെ കുറേ അധികം പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഉടമ്പടിയുടെ കാലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാതാവിൻ്റെ പ്രത്യക്ഷീകരണമാണ്. ഉടമ്പടി നിൽക്കുന്നതും വളരുന്നതും പുലരുന്നതും എല്ലാം ഒറ്റ കോസിലാണ്. എന്താണ്? മാതാവിൻ്റെ പ്രത്യക്ഷീകരണം ലോകം മുഴുവനും അടയാള സഹിതം എത്തണം. ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ അമ്മയുടെ പ്രാർത്ഥനാ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഉടമ്പടിയുടെ കാലം എന്ന് പറഞ്ഞത് പ്രത്യക്ഷീകരണ പ്രാർത്ഥനയാണ്. പ്രത്യക്ഷ പ്രാർത്ഥന ഇല്ലെങ്കിൽ ആൾ വീണ് പോകും. അതെപ്പോഴും ഓർത്തേക്കണം. എല്ലാത്തിൻ്റെയും പ്രാധാന്യം വളരെ ബാലൻസ്ഡ് ആയിരിക്കണം. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, മഹത്വം മഹത്വം, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന ആരാധന. ഈ അച്ഛൻ നിങ്ങളുടെ ജീവിത പ്രശ്നങ്ങളെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ ഈശോയ്ക്ക് ഏൽപ്പിക്കേണ്ട സമയമാണ്. നിങ്ങൾ വിശ്വാസപൂർവ്വം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നാൽ മതി. ബാക്കിയെല്ലാം അമ്മ ഈശോയുടെ അമ്മയുടെ മധ്യസ്ഥ ഈശോ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇടിമുഴക്കം പരിശോധിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ കർത്താവിൽ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുക. 38 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുവതിയാണ്. കൃപാസ്ഥാനത്താലെ ഇവനുടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് കർത്താവെ ഉച്ചമുതൽ ഉള്ളംകാല് വരെ അസ്ഥികളിലും പേശികളിലും കോശങ്ങളിലും കർത്താവിനെത്തപ്പെടട്ടെ. കർത്താവിന്റെ കരം നിങ്ങൾക്ക് ആവശ്യിക്കട്ടെ. ഈശോ 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 അങ്ങനെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവിത ദുരിതങ്ങള്, ജീവ തടസ്സങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവേ, ഇപ്പോൾ കൃപാസനത്തിലും ഈ പ്രാർത്ഥന കൂടുമ്പോൾ ഓൺലൈനിലും ഇതുവരെ ഉടമ്പടിയുടെ ചില കാര്യങ്ങൾ ഇപ്പോഴും നടക്കാതിരിക്കുന്നവരുണ്ടെങ്കിൽ അമ്മേ, പരിശുദ്ധമേ, ദേവമാതാവേ, മാതാവിൻ്റെ മധ്യസ്ഥതയിൽ ഈശോൻ്റെ ഉന്നതമായ നാമത്തിൽ ഈ നിമിഷം കർത്താവിൻ്റെ അടിപ്പട പോലെ വൈദാഘാതം ദൈവികമായ ശക്തി അവരിലേക്ക് ആവസിക്കുകയും ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ, വിവാഹം നടക്കാത്ത അവസ്ഥകൾ, മക്കൾ ഇല്ലാത്ത അവസ്ഥകൾ, ഭവനമില്ലാത്ത അവസ്ഥകൾ, വഴിയും വീട് സ്ഥലവുമില്ലാത്ത അവസ്ഥകൾ, ജോലിയില്ലാത്ത അവസ്ഥകൾ, പല തരങ്ങളിൽ വിദേശ രാജ്യങ്ങളിലും
നമ്മുടെ നാട്ടിലുമൊക്കെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരുടെ എല്ലാ പരിശ്രമങ്ങളുടെ തടസ്സങ്ങൾ, അവരെല്ലാവരും ജീവിക്കാനുള്ള മാർഗം നേടിയെടുക്കുവാനും കടകൾ, കമ്പോളങ്ങൾ, വ്യാപാരങ്ങൾ, വ്യവസ്ഥകൾ നടത്തുന്നവർ, ജീവിതമാർഗം മുട്ടിപ്പോയവർ, കർത്താവെ അവരെല്ലാം ഈ നിമിഷം നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വഴക്കുകൾ, കേസുകൾ, അതുപോലെ തന്നെ ശിശു മരണങ്ങൾ, ശിശു രോഗങ്ങൾ, ഗർഭിണികളുടെ രോഗങ്ങൾ, ഗർഭസ്ഥ ശിശുവിൻ്റെ വൈകല്യങ്ങൾ, കിടപ്പ് രോഗികൾ, ആശുപത്രി അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നവർ, കോടതി കേസിരിക്കുന്നവർ, ഈ ദിവസങ്ങൾ വിധി വരാൻ പോകുന്നവർ എല്ലാവരും കർത്താവിൻ്റെ നാമത്തിൽ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാർഗരോഗങ്ങൾ, തീരാ തടസ്സങ്ങളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ രോഗങ്ങളും സുഖപ്പെട്ടുകൊണ്ട്, തടസ്സങ്ങൾ നീക്കൊണ്ട് അങ്ങയുടെ നാമത്തെ ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. എല്ലാവരും മുട്ടി നിൽക്കുക. മൗനമായി നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, സമാപനാശീർവാദത്തിന് സമയമാണ്. മരിയനോടുമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാക്കി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നിത്യത വരെയും ഉയർത്തി നിലനിർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യ നാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. Ave, Ave, Ave.